നീ കുടിച്ചിട്ടുണ്ടോ? യാ, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. എവ്രി വൺ വാസ് ഡ്രിങ്കിങ്. ഞാൻ ഒരു ബിയർ മാത്രമേ കുടിച്ചുള്ളൂ. കുടിയന്മാർക്ക് കണക്കൊക്കെ. നീ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയടാ. പപ്പയോട് ആരോ പറഞ്ഞു. ചോദിച്ചതിന് ഉത്തരം പറയടാ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരുത്തൻ എൻ്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്തു, ഞാൻ റിയാക്ട് ചെയ്തു. ആദ്യം കൈവച്ചതും അവനാ. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ന്യായം പറയുന്നതാ. പണ്ട് ഇതുപോലെ കോളേജിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ഡിസ്മിസലും വാങ്ങിച്ചു വന്നവനാ നീ. ഒന്നിനും കൊള്ളാത്ത തെണ്ടി പിള്ളേരെ പോലെ നടക്കാൻ നാണം ഉണ്ടോടാ നിനക്ക്? പപ്പയ്ക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേണ്ട. ആർക്കാണ് ഫ്രസ്ട്രേഷൻ? എന്താണ് എനിക്ക് ഫ്രസ്ട്രേഷൻ? എന്നോട് എന്തിനാ ചൂടാവുന്നേ? ഞാനാണ് നാട്ടുകാരുടെ പൈസ ഒക്കെ മേടിച്ച്. ഞാൻ കാരണമാണോ 24 മണിക്കൂർ ആൾക്കാർ പൈസ വിളിക്കുന്നത്? ഞാൻ എന്റെ കാരണമാണോ? എന്നെ ഉപദേശിക്കാനും ചോദ്യം ചെയ്യാനും വരുന്നതിന് മുമ്പ് അതിനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം ചോദിച്ചു. ജെറി കൈയെടുക്കണം. ചായന എണീറ്റോ? ഞാൻ പോയി കാപ്പി ഇടാം. ഇന്ന് ഞാനും അടുക്കളയിൽ കയറി. എബിൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. അവന്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് എങ്ങനെയാ സംസാരിക്കണ്ടേന്ന്. കുഴപ്പം അവൻ്റെ മാത്രമല്ല, അവൻ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് അവനെ ചീത്ത വിളിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അത് തെറ്റല്ലേ? മക്കളെ നമ്മളും മനസ്സിലാക്കണ്ടേ? എന്നാലും അവൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഷെളി, ലൈബീരിയയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് സ്ക്രാപ്പ് കിടപ്പുണ്ട്. ഇറാനിൽ എനിക്കൊന്ന് 2 ബയേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് നടന്നാൽ ഒരു വലിയ എമൗണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വരും. പക്ഷെ ഞാനൊന്ന് ലൈബീരിയ വരെ ട്രാവൽ ചെയ്യേണ്ടി വരും. അതിനൊക്കെയുള്ള ചെലവ് മാത്യു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇച്ചായും പോയിട്ട് വാ. പക്ഷേ ഈ സമയത്ത് നിന്നെ മക്കളെ ഇവിടെ വിട്ടിട്ട്. ഇച്ചായോ, ബിസിനസ്സിലുള്ള ലാഭവും നഷ്ടവും ഒക്കെ കണ്ടു വളർന്ന നല്ല ഉശിരുള്ള അച്ചായത്തിയാ ഞാൻ. കടക്കാരെയൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. എൻ്റെ മുമ്പിൽ ഒരുത്തനും വാല് പൊക്കില്ല. ഇച്ചായൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നാട്ടിലേക്കാണോ? സുഖമല്ലേ? സുഖമായിരിക്കും സാർ. ഉണ്ണീട്ടാ, എന്നാ പോയിട്ട് വരാം. പ്രമോദ് സാർ. വേണ്ട, ഞാൻ കൊടുത്തോളാം. ട്രോളി വേണോ സാർ? ഏയ് വേണ്ട. കവിയൂർ ഓർത്തഡോക്സ് പള്ളി വെച്ചിട്ടാ ഞാൻ നിൻ്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നു. അവിടെ വെച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ കെട്ടും. പള്ളിമുറ്റത്തുനിന്ന് അവിടെ കൈ പിടിച്ചിറങ്ങി അന്ന് തൊട്ടിന്നവരെ ഞാൻ അവളെ കരയിച്ചിട്ടില്ല. ഷെളി കരയാൻ പാടില്ല. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കനടാ. ഇന്നലെ രാത്രി മുരളീമേനോൻ വിളിച്ചിരുന്നു. അയാളുടെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും കോടതി കയറ്റുമെന്നാണ് പറയുന്നത്. ഇന്റർപോളിൽ പ്രഷർ ചെയ്ത് കേസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. മറ്റു കടക്കാരുടെയും സ്വരം മാറിയിട്ടുണ്ട്. ഇച്ചായം വരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ
കുറച്ച് എമൗണ്ടെങ്കിലും ഉടനെ സെറ്റിൽ ചെയ്തേ പറ്റൂ. നാട്ടിലുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് വിറ്റാലോ? അതുകൊണ്ട് മാത്രം ആവില്ല. നിങ്ങളുടെയൊക്കെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച് FD ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രോപ്പർട്ടീസും. ഇവിടെ നമുക്കതിന് മാത്രം. നമ്മുടെ വീട്, നമ്മുടെ ഓഫീസ്, അയ്യോ, ഇപ്പം നമ്മുടെ സ്റ്റാഫ്, മണിച്ചേട്ടൻ, മൊയ്തുക്ക, എല്ലാവരെയും പിരിച്ചുവിടേണ്ടി വരും. ഇതുകൂടാതെ പെട്ടെന്ന് കുറച്ച് എമൗണ്ട് റെഡിയാക്കണമെങ്കിൽ വേറൊരു സാധനവും കൂടെ നമ്മൾ വിൽക്കേണ്ടി വരും. മേടിക്കാൻ വരണോ ഇനിയും ലേറ്റ് ആവൂത്രേ. ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ഒരു സമയം അങ്ങോട്ട് പറയും. നമ്മൾ കറക്റ്റായിട്ട് എത്തി വിളിച്ച് ചോദിക്കുമ്പോൾ അവന്മാർ പറയും ഓൺ ദ വേ. എന്തുട്ട് ഓൺ ദ വേ? അവിടെ കട്ടിൽ നിന്ന് എത്തിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും വെച്ച് കാച്ചും ഓൺ ദ വേ. ഇവനെ മേടിക്കാൻ പോയ കഥ അറിയുന്നു നിനക്ക്? അന്ന് നിങ്ങൾ ഊട്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഷെർലി 8 മാസം പ്രഗ്നന്റ്. നമ്മുടെ മുത്തിനെ അവൻ വയറ്റേ കിടന്ന് ഒരു ജാതി കുത്തും ചവിട്ടുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെർലിക്കൊരു മോഹം. അവളുടെ അബുദാബിയിലുള്ള കൂട്ടുകാരുടെ മോളുടെ കല്യാണത്തിന് പോകണം. അന്ന് ജേക്കബിൻ്റെ കയ്യിൽ പഴയ ഒരു കൊറോളയാണ്. വലിയ കണ്ടീഷനൊന്നുമില്ല. ഷെർലിയും കൊണ്ട് ഇത്ര ദൂരം അങ്ങോട്ട് ഓടിച്ച് ഈ കാറിൽ കൊണ്ടുപോകാൻ ജേക്കബിന് ഒരു പേടി. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ 2 പേരും കൂടി ഒറ്റ വിടലാണ് നമ്മുടെ ബെൻസിൻ്റെ ഷോറൂമിലേക്ക്. റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് പെടയ്ക്കണ മീനെ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നതാ ഈ മഹാനെ. എത്ര സ്പീഡിൽ ഓടിച്ചാലും ഇവൻ കുലുങ്ങില്ലടോ. ഇവൻ്റെ പുതിയ മുതലാളി വരുന്നതിന് മുമ്പേ നമുക്കിവനെ ഒന്ന് പറപ്പിച്ചാലോ? കണ്ടാ, കുലുങ്ങില്ലേ? ജേക്കബിനെ പോലെ.